ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കുന്ന വിഷയം 2024 ഡിസംബർ മാസം 16-ാം തീയതി തിങ്കളാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. തിങ്കളാഴ്ച ദിവസം നവഗ്രഹങ്ങൾ 27 നക്ഷത്ര ജാതകർക്കും കൊടുക്കുന്ന അനുഭവത്തെ നക്ഷത്രഫലമായി ഈ അധ്യായത്തിൽ കൂടി ഞാൻ വിവരിക്കുന്നു. പ്രിയപ്പെട്ടവർ ശ്രദ്ധയോടുകൂടി കേൾക്കുക. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽനാളുകാർക്ക് തിങ്കളാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ചന്ദ്രൻ 3-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു ദിവസമാണ്. ഈ മാസത്തിൻ്റെ പ്രത്യേകത ധനുമാസം 1-ാം തീയതിയാണ്. ധനുമാസം 15 ദിവസം സൂര്യനാണ് ബലമുള്ള സമയം. അതായത് ഹോര എന്ന് പറഞ്ഞാൽ വെളുത്ത വർഷം 15 ദിവസം, കറുത്ത വർഷം 15 ദിവസം എന്നിങ്ങനെയുള്ള വേർതിരിവിനാൽ അത് ഹോര എന്ന് പറയുന്നു. അപ്പോൾ ആ ഹോര നിയമപ്രകാരം, ഹോര വ്യവസ്ഥ പ്രകാരം, ഹോരപ്രകാരം ധനുമാസം ആദ്യത്തെ 15 ദിവസം സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹത്തിനാണ് ബലം. ഇപ്പോൾ പൗർണമി കഴിഞ്ഞ് ചന്ദ്രൻ ഇനി കറുത്ത വർഷത്തേക്ക് യാത്ര ചെയ്യുന്നു. പഞ്ചമി തിഥി വരെ ചന്ദ്രന് ഏകദേശം ബലമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഒട്ടും തന്നെ ബലമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ചന്ദ്രൻ കടന്നു പോകും. അപ്പോൾ സൂര്യനാണ് കൂടുതൽ കാര്യങ്ങളിലൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മളെ നിയന്ത്രിക്കുന്നത് സൂര്യനാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നക്ഷത്രഫലം ശ്രദ്ധയോടുകൂടി കേൾക്കുക. മേടക്കൂറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അനുകൂലമായൊരു ദിവസമാണ്. അഷ്ടമരാശിയിൽ നിന്നും സൂര്യൻ 9-ാം ഭാവത്തിലേക്ക് കടന്നു. അപ്പോൾ അവർക്കിനി കാര്യവിജയം, തൊഴിൽ ഗുണം, ധനപരമായ നേട്ടം, നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അവർക്ക് ഇനിയിപ്പോൾ തൊഴിലിടങ്ങളിൽ നിന്നുള്ള നല്ല അനുഭവങ്ങൾ, തൊഴിൽ വർധനവ്, അപ്പോൾ ഒരുപാട് നല്ല അനുഭവങ്ങൾ, ഭാഗ്യകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. പിതാവുമായിട്ടുള്ള ഏതെങ്കിലും ശത്രുത ഒഴിച്ച് ബാക്കിയുള്ള പല കാര്യങ്ങളും അവർക്ക് നേട്ടമാണ്. അതുപോലെ തന്നെ ഇവർക്ക് 3-ാം ഭാവത്തിലാണ് തിങ്കളാഴ്ച ദിവസം ചന്ദ്രൻ നിൽക്കുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങളും ഒക്കെ ഇവർക്ക് ലഭിക്കും. കീർത്തിയും അംഗീകാരവും ഒക്കെ ഇവർക്ക് ലഭിക്കുന്നൊരു ദിവസം കൂടിയാണ്. എന്നാൽ ഇവർക്ക് തിക്താനുഭവമായി വന്നു ചേരുന്ന വീട്, വസ്തുവാഹനം, ഭൂമി, മാതാവ് എന്നീ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, തിക്താനുഭവങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. ആ ഒരു കാര്യത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക. ദാമ്പത്യ ജീവിതം സുഖകരമായി അങ്ങ് പോയാലും വീട്, വസ്തുവാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുവാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് രോഗദുഃഖ കടബാധകൾ, അതായത് രോഗത്താലും കടബാധകളാലും ശത്രുതകളാലുമുള്ള പ്രതിസന്ധിയും വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതും നിങ്ങൾക്കൊരു പ്രതിസന്ധിയായിട്ട് നിൽക്കുന്നു തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ചന്ദ്രൻ നിന്നതിന് ശേഷം ഇപ്പോൾ 2-ാം ഭാവത്തിലേക്ക് പോകുന്നു. അപ്പോൾ 2-ാം ഭാവത്തിലേക്ക് ചന്ദ്രൻ കടന്നു വന്ന സമയമാണ്. അപ്പോൾ മിഥുനൻ രാശിയിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ നേട്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അവർക്ക് ധനപരമായ നേട്ടം, ബുദ്ധിപരമായ നേട്ടം, നല്ല മനോഭാവം, നല്ല രീതിയിൽ മറ്റുള്ളവരായിട്ട് സംസാരിക്കുക, അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങളൊക്കെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇടവക്കൂറുകാർക്ക് അങ്ങനെ നോക്കുമ്പോൾ നല്ല അനുഭവമാണ്. പിന്നെ അവർക്ക് എന്താണ് തിങ്കളാഴ്ച ദിവസം കോട്ടമായിട്ട് വന്നു ചേരുക? അവർക്ക് അഷ്ടമരാശിയിലേക്ക് സൂര്യൻ കടന്നു വന്നു. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഇവർക്ക് 4-ാം ഭാവത്തിൻ്റെ അധിപനാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, മാതാവിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുടെ ഭാവമാണ് 4-ാം ഭാവം. അതിൻ്റെ അധിപന് അഷ്ടമത്തിൽ വരുമ്പോൾ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള, മാതാവ് സംബന്ധിച്ചുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാം. അത് അവർ അറിഞ്ഞിരിക്കണം. എന്നാൽ ധനം വന്നു ചേരാനും കുടുംബസുഖവും ധനപരമായ നേട്ടവും സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ മുതലാളികളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊക്കെ അവർക്കുണ്ടാകാം. പക്ഷെങ്കിൽ ഇതാണ് പ്രശ്നം. അവർക്ക് വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകാം. തൊഴിലിടങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാകാം. മേലധികാരികളുടെ കോപത്തിന് സാധ്യതയുണ്ട്. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അവരെ തേടി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞ് ജീവിക്കുക. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞു തരുവാനുള്ളത്. ഇനി മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുന്ന സമയമാണ്. ചന്ദ്രൻ്റെ 12-ൽ വ്യാഴം നിൽക്കുന്നു. അതൊരു രാജയോഗമാണ്. ആ രാജയോഗത്തിനാണ് പറയുന്നത് അനഭായോഗം എന്ന് പറയുന്ന രാജയോഗം. ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ 12-ാം ഭാവത്തിലൊരു പഞ്ചഗ്രഹങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രഹം, ശുഭഗ്രഹമായ വ്യാഴമാണ് നിൽക്കുന്നത്. വ്യാഴം നിൽക്കുന്നതുകൊണ്ട് അനഭായോഗം എന്ന് പറയുന്ന രാജയോഗമാണ്. അപ്പോൾ അതിൻ്റേതായ ഗുണം ഈ നാളുകാർക്ക് ലഭിക്കും. ധനപരമായ നേട്ടം, കുടുംബസുഖം, തൊഴിൽ ഗുണം, അങ്ങനെയുള്ള അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് തിങ്കളാഴ്ച ദിവസത്തെ അനുഭവം. അപ്പോൾ അത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും തൊഴിൽ ഗുണവും ദാമ്പത്യ ജീവിത വിജയമൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷേങ്കിൽ 7-ൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സുഖക്കുറവുണ്ടാകാം. ചിലർക്കൊക്കെ ജനിച്ച സമയത്ത് സൂര്യൻ ദോഷം ചെയ്യുന്ന ഗ്രഹമാണെങ്കിൽ തീർച്ചയായിട്ടും ദാമ്പത്യ ജീവിത സുഖക്കുറവ് അത് പല വിധത്തിലുണ്ടാകാം. ഭാര്യയും ഭർത്താവ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം, രോഗം വരാം.
അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധി ഉണ്ടാകും. ചിലപ്പോൾ 7 സൂര്യൻ നിൽക്കുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെടാം. അങ്ങനെ പ്രശ്നമുണ്ട്. തൊഴിൽ നഷ്ടപ്പെടുവാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ തൊഴിൽ നഷ്ടപ്പെട്ട് അതേ ചൊല്ലി ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹിക്കാൻ സാധ്യതയുണ്ട്, അഭിപ്രായത്തിനും സാധ്യതയുണ്ട്. അങ്ങനെയാണ് ദാമ്പത്യ ജീവിതത്തിൽ സൂക്ഷ്മം ഉണ്ടാകുന്നത്. അഷ്ടമത്തിൽ പ്രത്യേകിച്ച് ശുക്രൻ നിൽക്കുന്നു. അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുകയും കൂടി ചെയ്യുമ്പോൾ മറ്റു പല കാര്യങ്ങളും നേട്ടമാണെങ്കിലും അതും ഭാര്യയും ഭർത്താവിൻ്റെ സ്നേഹം സന്തോഷത്തിലൊക്കെ കുറവ് വരുത്തുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഉള്ള അനുഭവങ്ങളുണ്ട്. അപ്പം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം, അങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായാൽ പോലും പിതാവുമായിട്ടുള്ള കലഹത്തിനോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾക്കോ തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള തിക്താനുഭവങ്ങൾക്കോ ഒക്കെ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞ് ജീവിക്കുക. ഇനി കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതം കാല ഭൂയമായില്ലെന്ന ആളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു തിങ്കളാഴ്ച ദിവസമാണ്. ചന്ദ്രൻ 12 നിൽക്കുന്നത് നല്ലതല്ല. ചന്ദ്രനാണ് നമ്മുടെ മനസ്സിന് ആരോഗ്യവും ബലവും ഒക്കെ തരുന്ന ഗ്രഹം. അതിപ്പോൾ ഒരു കൂറുകാരുടെ 12 നിൽക്കുന്നത് ഒട്ടും നല്ലതല്ല. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചന്ദ്രൻ 12ാം ഭാവത്തിൽ നിന്നാൽ എന്താണ് ദോഷം? നമുക്ക് മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകും, ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. ഷുഗർ താന്നെന്നിരിക്കാം, ഷുഗർ കൂടിയെന്നിരിക്കാം, BP കുറഞ്ഞെന്നിരിക്കാം, BP കൂടിയെന്നിരിക്കാം, തലവേദന എടുത്തെന്നിരിക്കാം, തലവെട്ടൽ എടുത്തെന്നിരിക്കാം, ദേഹത്തിനും പുറത്തിനുമൊക്കെ വേദന എടുത്തെന്നിരിക്കാം, ക്ഷീണം, തളർച്ച, അങ്ങനെയുള്ള പല പ്രതിസന്ധികളുണ്ടാകും. നമുക്കൊന്നിനോട് താല്പര്യമില്ലായ്മ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രതിസന്ധികളുണ്ടാകും. രോഗം വന്ന് ആശുപത്രിയിൽ പോകേണ്ടിയൊക്കെ സാഹചര്യങ്ങളൊക്കെ വരും. കൃത്യമായ തൊഴിൽ മേഖലയിൽ നമുക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ട്. വീട് വിട്ട് മാറി താമസിക്കേണ്ട സാഹചര്യം വരും. മാതാവുമായിട്ട് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യതയുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ച് 6ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് ഈ ദോഷങ്ങൾക്കൊരു അയവരുന്ന സാഹചര്യവും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതായത് സൂര്യൻ എന്ന് പറഞ്ഞാൽ 6ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതാണ്. ധനധാന്യ സമൃദ്ധി ഉണ്ടാകും. വീട്ടിൽ അങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേങ്കിൽ ശാരീരികമായ പ്രയാസവും പ്രതിസന്ധി ഉണ്ടായാൽ പോലും ധനപരമായുള്ള നേട്ടവും സമൃദ്ധി നിറഞ്ഞ ജീവിത സാഹചര്യങ്ങളും ഉണ്ടാകും. പക്ഷെങ്കിൽ വീട്ടിൽ ആഹാരമുണ്ട്, കഴിക്കണമെന്നില്ല, കഴിക്കാൻ തോന്നത്തില്ല, അല്ല അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ, അതുപോലെയൊക്കെ ആയിരിക്കുമെന്നുള്ളതാണ് പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് 7ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നതുകൊണ്ട് ദാമ്പത്യ ജീവിതം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകും. പക്ഷേ പ്രശ്നങ്ങളുണ്ട്, പൊട്ടിത്തെറിക്ക് എപ്പോഴും സാധ്യതയുണ്ട്. 7ൽ ശുക്രൻ നിന്നാൽ എപ്പോഴും പൊട്ടിത്തെറിക്ക് സാധ്യതയുള്ളൊരു സാഹചര്യമാണെന്നുള്ളതും പ്രത്യേകിച്ച് മനസ്സിലാക്കുക. അവരുടെ ജന്മഭാവത്തിൽ ചൊവ്വ നിൽക്കുന്നതുകൊണ്ടും അത്ര നല്ലതല്ല. അവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികൾ അവർക്ക് ചുറ്റുമുണ്ട് എന്നുള്ളൊരു ബോധ്യത്തോടു കൂടി വേണം അവർ ജീവിക്കേണ്ടത് എന്നുള്ളതും കൂടി പറഞ്ഞിരിക്കുക. പാപഗ്രഹമാണ് ജന്മഭാവത്തിൽ നിൽക്കുന്നത്. അപ്പം പാപഗ്രഹം ബലവാനായിട്ട് ജന്മഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ പ്രതിസന്ധികളൊക്കെ ഉണ്ട്. ശുഭകരമായ അനുഭവങ്ങളൊന്നും തന്നെ അവർക്കില്ല, അവരുടെ മുമ്പിലില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കണം. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂരം, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അവർക്ക് ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം 12ാം ഭാവത്തിൽ നിൽക്കുന്ന ദിവസമാണ്. നല്ല ദാമ്പത്യ ജീവിതം, കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം, അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അവർക്ക് വന്നുതരാം. 12ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. എന്നാൽ എന്താണ് ദോഷം? ദോഷം അവർക്ക് 5ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് പുത്രദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പുത്രദുഃഖം, പുത്രന്മാരെ കൊണ്ടുള്ള ദുഃഖകരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലർക്ക് ബുദ്ധി കൂടി പരാജയം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എങ്കിലും 5ൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് ധനപരമായ നേട്ടം ഒക്കെ കൊടുക്കും. അതാണ് പ്രത്യേകത. 5ൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് ഒരുപാട് നേട്ടങ്ങളെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ധനം, സുഖം, ബന്ധുക്കളുടെ ഗുണം, ആരോഗ്യം, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. ചിലർ ബുദ്ധി കൂടി അവർ സ്വയം ചതിയന്മാരാകും. ചിലപ്പോൾ മറ്റുള്ള ചതിയിൽ അകപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ അനുഭവങ്ങളൊക്കെയാണ്. ചിലരൊക്കെ വളരെ ഉത്തമമായ ഒരു മാതൃകാ പുരുഷനായി മാറും. കീർത്തിയും അംഗീകാരവും ഒക്കെ അവരെ തേടി വരാൻ സാധ്യതയുണ്ട്. എങ്കിലും പുത്രദുഃഖം അവർക്ക് വന്നു തരാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ വ്യാഴം അവർക്ക് 10ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് പുത്രഗുണം ഉള്ള സമയമായിരുന്നു. പക്ഷേ വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ ധനുരാശിയിൽ ഇപ്പോൾ സൂര്യൻ എന്ന് പറയുന്ന പാപഗ്രഹം വന്ന് നിൽക്കുന്നതുകൊണ്ട് ശുഭത്വം മാറി പാപത്വമാണ് വരുന്നത്. അപ്പോൾ മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകും. ഇത്രയും നാൾ മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ വന്നിരുന്നുവെങ്കിൽ ഇനിയിപ്പോൾ തിക്താനുഭവങ്ങളൊക്കെ വരാൻ പോകുന്നു 1 മാസക്കാലം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അത് 1 മാസം ഉണ്ടാകുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്ര 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ 12ാം ഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ 4ാം ഭാവത്തിലേക്ക് വരുന്നു. 11ാം ഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ 10ാം ഭാവത്തിലേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 50% നേട്ടവും 50% കോട്ടവും ഉള്ള ഒരു അനുഭവത്തിലേക്ക് കടന്നു പോകും. അതായത് കന്നിക്കൂറിൻ്റെ നേരെ 4ലേക്ക് പോകുമ്പോൾ അവിടെ ധനുരാശി, അവിടെ സൂര്യൻ നിൽക്കുന്നു. മറ്റൊരു 4ലേക്ക് പോകുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പോൾ 50% നേട്ടവും 50% കോട്ടവുമായിരിക്കും. ഇനി നേട്ടം ആദ്യമേ പറഞ്ഞുതരാം. നേട്ടം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ 10ാം ഭാവത്തിൽ നിന്നാൽ തൊഴിൽ ഗുണമുണ്ട്, കുടുംബസുഖമുണ്ട്, ദാമ്പത്യ വിജയം, അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ നേട്ടം പ്രതീക്ഷിക്കാം.
തൊഴിൽ ഗുണം, ദാമ്പത്യ ജീവിത വിജയം, അതുപോലെ തന്നെ ധനപരമായ നേട്ടം, പ്രവർത്തന വിജയം, കർമ്മ മേഖലയിലുള്ള വിജയം. ഓരോരുത്തർക്കും ഓരോ പ്രവർത്തന മേഖലകളുണ്ട്, അവിടെയൊക്കെ വിജയം കൈവരിക്കാൻ പറ്റുമെന്നാണ്. എന്നാൽ കോട്ടം എന്താണ്? കോട്ടം എന്ന് പറഞ്ഞാൽ 4-ാം ഭാവത്തിലൊരു പാപഗ്രഹം വന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകും. ഇനി മറ്റൊരു പ്രശ്നം ഇവർക്ക് വരാൻ പോവുകയാണ്. അത് തിങ്കളാഴ്ച ദിവസം ഉണ്ടാകുന്നതല്ല, ഞാനിങ്ങ് മുന്നമേ പറഞ്ഞു തരികയാണ്. ഈ ധനുമാസം ഒരു 7-ാം തീയതി 8-ാം തീയതിയൊക്കെ നിങ്ങൾക്ക് മോശമായ സമയമാണ്. കാരണം ആ സമയത്ത് ശനിയുടെ അഷ്ടമരാശിയിലേക്കാണ് ഈ ചന്ദ്രൻ കടന്നു വരിക. ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ 11-ാം ഭാവത്തിൻ്റെ അധിപനാണ്. മനുഷ്യൻ്റെ മനസ്സിന് ആരോഗ്യം നൽകുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളെ നിയന്ത്രിക്കുന്ന ഗ്രഹമാണ് ചന്ദ്രൻ. ആ ചന്ദ്രൻ ശനിയുടെ അഷ്ടമരാശിയിലേക്ക് കടന്നു വരുന്നു. ആ സമയത്ത് ചന്ദ്രൻ ബലമില്ലാത്തൊരു ഗ്രഹമാണ്. അപ്പോൾ സൂര്യനാകട്ടെ 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. സൂര്യൻ 4-ാം ഭാവത്തിൽ 12-ാം ഭാവത്തിൻ്റെ അധിപൻ കേന്ദ്രഭാവത്തിൽ വരുമ്പോൾ ദോഷം ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം സൂക്ഷിക്കണം. ഹൃദ്രോഗം ഉണ്ടാകുവാൻ സാധ്യതയുള്ള സമയമാണ്. ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങൾ പെട്ടെന്ന് വരാൻ സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ മന്ത്രമൊക്കെ നിങ്ങളിപ്പോഴേ ജപിക്കുക. അത് ഇതിൻ്റെ മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, മൃത്യുഞ്ജയ മന്ത്രമൊക്കെ മന്ത്രം ജപിച്ചാലും ഇങ്ങനെയുള്ള വഴിപാടുകളൊക്കെ മാസത്തിൽ ഒന്നേ ചെയ്യാവുള്ളൂ. അവരവരുടെ നക്ഷത്ര ദിവസങ്ങളിൽ പോയി ചെയ്യാവുള്ളൂ. കാലത്തും പോയിട്ട് ഒന്നും ചെയ്യരുത്, അത് മഹാദേവൻ ഇഷ്ടപ്പെടത്തില്ല. നിങ്ങളുടെ നക്ഷത്ര ദിവസങ്ങളിൽ ഒരു ദിവസം ചെയ്യുക. മൃത്യുഞ്ജയ ഹോമോ, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക. മന്ത്രം നിങ്ങൾ എപ്പോഴും ജപിച്ചു. എപ്പോഴും ജപിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ നിങ്ങൾ അന്തരം ചെയ്യാവുള്ളൂ. യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് യൂട്യൂബിനകത്ത് എന്നും ആൾക്കാർ വീഡിയോ ഇടും. മൃത്യുഞ്ജയ മന്ത്രവും മൃത്യുഞ്ജയ ഹോമവും ഇതിനെക്കുറിച്ച് എന്നും വീഡിയോ ഒക്കെ ഇടും. അവർക്ക് വീഡിയോ ഇടുന്നതിനിപ്പോൾ എന്താ ബുദ്ധിമുട്ട്? വീഡിയോ ഇട്ട് 10 പൈസ ഉണ്ടാക്കാൻ അവർ ശ്രമിക്കും. പക്ഷേ ഇത് കേട്ടിട്ട് കാലത്തുമായിട്ടും അമ്പലത്തിൽ പോയി, ക്ഷേത്രത്തിൽ പോയി മൃത്യുഞ്ജയ ഹോമവും മൃത്യുഞ്ജയ മന്ത്രമൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളൊരു പ്രതിസന്ധി വരുമ്പോൾ ആ സമയത്ത് മാത്രം ചെയ്യുക. കാരണം മരണം മനുഷ്യന് ഉറപ്പാണ്. മഹാദേവൻ മരണത്തെ ജയിച്ചതാണെങ്കിൽ പോലും മനുഷ്യരായ നമ്മൾക്ക് മരണം ഉറപ്പാണ്. അപ്പോൾ ആ മരണം നമ്മൾ സ്വീകരിച്ചേ പറ്റുള്ളൂ. പിന്നെ ആ മരണം അത് നമുക്ക് വളരെ സുഖകരമായിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ മൃത്യുഞ്ജയ മന്ത്രമൊക്കെ ജപിക്കുന്നത്. എന്താണ്? നമ്മൾ രോഗിയായി കിടപ്പിലാകരുത്, ആപത്തും അനർത്ഥങ്ങളും വന്ന് നമ്മൾ കിടപ്പിലാകരുത്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകരുത്, നമുക്ക് തന്നെ ബുദ്ധിമുട്ടാകരുത്. അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മഹാദേവനോട് നമ്മൾ പ്രാർത്ഥിക്കുക. പക്ഷേ മഹാദേവനോട് പ്രാർത്ഥിച്ചാലും മഹാദേവൻ നമ്മുടെ പ്രവൃത്തിയൊക്കെ ശോധന ചെയ്യും. നീ എങ്ങനെയുള്ള ആളായിരുന്നു എന്നുള്ളത് ശോധന ചെയ്യും, തൂക്കി നോക്കും. നമ്മുടെ പ്രവൃത്തികളെ തൂക്കി നോക്കിയതിന് ശേഷമാണ് ഇതൊക്കെ തീരുമാനിക്കുക. അപ്പോൾ നമ്മൾ മൃത്യുഞ്ജയ ഹോമം ചെയ്താലും മൃത്യുഞ്ജയ മന്ത്രം ചെയ്താലും പുഷ്പാഞ്ജലി ചെയ്താലും ഒക്കെ നമ്മുടെ പ്രവൃത്തിയൊക്കെ നല്ലതായിരിക്കണം. തൂക്കി നോക്കുമ്പോൾ നല്ല പ്രവൃത്തികളായിരിക്കണം കൂടുതലുണ്ടാകുക. മനുഷ്യനല്ലേ, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷെ എന്നാലും മഹാദേവൻ അതിൽ ഏതിലാണ് കൂടുതലെന്ന് നോക്കും. അപ്പോൾ നല്ല പ്രവൃത്തികളാണ് കൂടുതലെങ്കിൽ മഹാദേവൻ നമ്മളിൽ പ്രസാദിച്ച് നമ്മളെ അങ്ങനെ മാരകമായ രോഗങ്ങളിലേക്കൊന്നും തള്ളിവിടത്തില്ല, ആപത്തിൽ പെടത്തില്ല, അനർത്ഥങ്ങളിൽ പെടത്തില്ല, പെടുമരണങ്ങൾ അല്ലെ ദുർമരണങ്ങളൊന്നും നമുക്ക് തരത്തില്ല. അപ്പോൾ നമ്മൾ ഒരു പുഷ്പിച്ച് നിൽക്കുന്ന ഒരു പുഷ്പത്തിൽ നിന്നൊരു പുഷ്പം അടർന്ന് വീഴുന്ന പോലെയുള്ള സുഖകരമായ ഒരു മരണം നമുക്ക് തരും. അപ്പോൾ അതാണ് നമ്മൾ ഈ മൃത്യുഞ്ജയ ഹോമം അല്ലെങ്കിൽ മൃത്യുഞ്ജയ മന്ത്രം, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അതാണ് അതിൻ്റെ സത്യാവസ്ഥ. പക്ഷേങ്കിൽ യൂട്യൂബ് വീഡിയോ പലരും പല രീതിയിലൊക്കെ ചെയ്യും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആകർഷകരായി ആ വഴിക്കൊന്നും പോകരുത്. അതൊക്കെ മഹാദേവൻ ഇഷ്ടമുള്ള കാര്യമല്ല. അത് ഞാൻ ഈ സമയത്ത് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഹൃദ്രോഗം ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ് 7-8 തീയതികളൊക്കെ. അത് സൂക്ഷിക്കണം. എന്തെങ്കിലും ബുദ്ധിമുട്ടോ നെഞ്ചിന് വേദനയൊക്കെ അനുഭവിക്കണം, ഉടൻ തന്നെ ചുമ്മാ ചുമച്ചേക്കണം. ചുമച്ച് ആ പ്രതിസന്ധി അങ്ങ് മാറിക്കോളും. അപ്പോൾ അതൊരു ആശ്വാസകരമായ കാര്യമാണ്. അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് അങ്ങനെയുള്ള സാഹചര്യമാണ് വരുന്നത്. ശനിയുടെ അഷ്ടമരാശിയിൽ കൂടി ചന്ദ്രൻ സഞ്ചരിക്കുന്നു. ആ ചന്ദ്രന് ബലമില്ലാത്തൊരു സാഹചര്യം വന്നു ചേരുന്നു. സൂര്യൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു, രാഹു 7 നിൽക്കുന്നു. അപ്പോൾ അതൊക്കെ ഒരു പ്രശ്നമുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വിവരിച്ച് പറഞ്ഞത്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം എന്താണ്? 50% സുഖവും 50% ദുഃഖവും അനുഭവിക്കുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖ 3/4 നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസം അവർക്ക് 9-ാം ഭാവത്തിൽ ചന്ദ്രൻ വന്ന് നിൽക്കുന്ന ദിവസം 3-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന ദിവസം. 3-ലെ സൂര്യൻ നല്ല അനുഭവത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. 3-ലെ സൂര്യൻ നല്ല ബലത്തെ കൊടുക്കും, നല്ല ഉത്സാഹം കൊടുക്കും, സൗന്ദര്യം കൊടുക്കും, നല്ല മനസ്സ് കൊടുക്കും, ത്യാഗമനോഭാവം കൊടുക്കും, ക്ഷമയുള്ള മനസ്സ് കൊടുക്കും, അതുപോലെ തന്നെ പരാക്രമ ബുദ്ധിയും കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. എന്നാൽ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ട് സഹോദരന് സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ നേട്ടമുള്ളൊരു ദിവസം കൂടിയാണ്. ചന്ദ്രനാകട്ടെ 9-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യമായ അനുഭവങ്ങളെ കൊടുക്കുകയും ചെയ്യും.
അപ്പോൾ അവർക്ക് തൊഴിൽപരമായുള്ള നേട്ടം, പ്രവർത്തന മേഖലയുള്ള വിജയം, ധനപരമായ നേട്ടം, ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നു ചേരുന്ന അങ്ങനെ അനുകൂലമായ ദിവസമാണ്. എന്നാൽ ഈ മൂന്നാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു പറഞ്ഞല്ലോ. മൂന്നാം ഭാവത്തിൻ്റെ അധിപൻ അഷ്ടമരാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അഷ്ടമരാശിയിൽ നിൽക്കുന്ന മൂന്നാം ഭാവാധിപൻ ഒരു ദോഷം ചെയ്യുന്നുണ്ട്. സുഹൃത്തുക്കൾ സഹോദരങ്ങളുമായിട്ടുള്ള സഹകരണം സൂക്ഷിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് തരുന്നുണ്ട്. പ്രതിസന്ധിയിലാകരുത്, പ്രതിസന്ധിയിലാകാനുള്ള സാധ്യതയാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിങ്കളാഴ്ച ദിവസം അനുകൂലമാണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അന്നം കേട്ട നാളുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു, ചന്ദ്രനാകട്ടെ അഷ്ടമത്തിൽ നിൽക്കുന്നു. അപ്പോൾ അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവർക്ക് പല വിധത്തിലുള്ള പ്രതിസന്ധികളെ കൊടുക്കാം, ആരോഗ്യ പ്രശ്നങ്ങളെ കൊടുക്കാം, ആപത്തുകളെ കൊടുക്കാം, അനർത്ഥങ്ങളെ കൊടുക്കാം, അങ്ങനെ പല പല ദോഷങ്ങളെ കൊടുക്കാവുന്ന ഒരു സാഹചര്യമാണ് ചന്ദ്രൻ സൃഷ്ടിക്കുന്നത്. വൃശ്ചികക്കൂറുകാർക്ക് പ്രതിസന്ധിയാണ് കൊടുക്കുന്നത്. പക്ഷേ രണ്ടിൽ നിൽക്കുന്ന സൂര്യനും അതുപോലെ ദോഷം ചെയ്യുമെന്നാണ് പറയുന്നത്. എന്താണ്? രണ്ടാം ഭാവത്തിലൊരു പാപഗ്രഹം നിന്നാൽ പാപത്തം നിറഞ്ഞ അനുഭവങ്ങളാണ്. അപ്പം ധനപരമായ നേട്ടം ഉണ്ടാകണമെന്നില്ല, കുടുംബസുഖം ഉണ്ടാകണമെന്നില്ല. വിദ്യാർത്ഥികൾക്കാണെങ്കിൽ അനുകൂലമായ ദിവസമല്ല. ഭാര്യ നിമിത്തമോ ഭർത്താവ് നിമിത്തമോ കലഹമോ രോഗമോ ദുഃഖമോ പല പ്രശ്നങ്ങളുണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഒരുപക്ഷെ ഭാര്യയും ഭർത്താവും തമ്മിൽ അടിപിടിയായിട്ട് ശത്രുവായിട്ടുള്ള അയൽവക്കംകാരൻ വന്ന് തടസ്സം പിടിക്കാൻ വന്നപ്പോൾ അയൽവക്കംകാരനുമായിട്ട് ശത്രുവായവൻ ആ അയൽവക്കംകാരനെ സ്നേഹിക്കാനുള്ളൊരു മനസ്സുണ്ടാകും, അല്ലെങ്കിൽ മനോഭാവം ഉണ്ടാകും, സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവങ്ങളാണ് തിങ്കളാഴ്ച ദിവസം വൃശ്ചികക്കാർക്ക് ഉണ്ടാകുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് അനുകൂലമായ ദിവസമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ചന്ദ്രനെ കൊണ്ടും സൂര്യനെ കൊണ്ടും അനുകൂലമായ ദിവസമല്ല, വളരെ സൂക്ഷിക്കേണ്ട ദിവസമാണ്. അപ്പോൾ അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇപ്പം ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടായി, കലഹമുണ്ടായി, അത് രൂക്ഷമായി. തൊട്ടടുത്ത അയൽവാസി ശത്രുവാണ്, അയാൾ ഓടി വന്നു, തടസ്സം പിടിക്കാൻ വന്നു. അയാളെ നമ്മൾ പെട്ടെന്ന് അങ്ങ് സ്നേഹിക്കും, അയാളോടുള്ള ആ വൈരാഗ്യം അങ്ങ് മറന്നു കളഞ്ഞ് സ്നേഹിക്കും. പക്ഷേങ്കിൽ പിന്നെ വൈരാഗ്യം കൂടുതൽ ആരോടാണ്? ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ. അപ്പോൾ അങ്ങനെയുള്ള തിക്താനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും ഈ തിങ്കളാഴ്ച ദിവസം എന്നുള്ളത് വൃശ്ചികക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പൂരാട, ഉത്രാടം, കാൽനാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു. തിങ്കളാഴ്ച ദിവസം അധിപനായ ചന്ദ്രൻ 7ാം ഭാവത്തിൽ നിൽക്കുന്നു. അപ്പോൾ 7ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ നല്ല അനുഭവങ്ങളെയാണ് കൊടുക്കുന്നത്. നല്ല ആരോഗ്യത്തെ കൊടുക്കും. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും നമ്മൾ നല്ല സ്നേഹവും കൊടുക്കും, തൊഴിൽപരമായ ഉയർച്ച കൊടുക്കും. സ്ത്രീ മൂലം ധനഹാനിയും പ്രശ്നവും ഉണ്ടാക്കിയും കൊടുക്കും. അതാണ് 7ലെ ചന്ദ്രൻ്റെ പ്രത്യേകത. ചന്ദ്രൻ നിൽക്കുന്ന എവിടെയാണ്? ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്ന ബുധൻ്റെ ക്ഷേത്രത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ടാവും. സ്നേഹവും കാര്യങ്ങളും തൊഴിൽപരമായുള്ള ഉയർച്ചയും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടാകും. പക്ഷേങ്കിൽ സ്ത്രീ മൂലം ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു പുരുഷൻ്റെ മനസ്സിൽ കയറും, ഏതെങ്കിലും ഒരു പുരുഷൻ സ്ത്രീയുടെ മനസ്സിൽ കയറും. അത് മുഖേന അലമ്പുമാവും, പ്രശ്നമാവും, ധനഹാനി, മാനഹാനി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. സാധ്യതകൊണ്ട് സൂക്ഷിക്കണം. അപ്പോൾ അവരുടെ ജന്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നത് കൊണ്ടോ? ജന്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് അത്ര നല്ലതല്ല. സൂര്യൻ ജന്മഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ വളരെ മോശമാണെന്ന് പറയും. ദൈവാധീനമില്ലാത്തവരാകും, നീചമായ കൂട്ടുകെട്ടിലൊക്കെ അകപ്പെടുമെന്ന് പറയും. പ്രത്യേകിച്ച് അല്ലെങ്കിൽ ഈ ധനുരാശിയുടെ അധിപനായ വ്യാഴം കേന്ദ്രഭാവത്തിൽ നിൽക്കണം. വ്യാഴം കേന്ദ്രഭാവത്തിലല്ല നിൽക്കുന്നത്, വ്യാഴം 6ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ശത്രുത, കടബാധ്യത, രോഗത്താലുള്ള ബുദ്ധിമുട്ടുകൾ, ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പ്രതികൂലമായ അനുഭവങ്ങളാണ് കൂടുതലും വന്നു ചേരുക. ഒരു 30% നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്കും നല്ല അനുഭവങ്ങളെ പ്രതീക്ഷിക്കാം എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. 2ാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരാം, പക്ഷേ അത് ശത്രുതയായി മാറാം. അതൊക്കെയാണ് ഞാനീ പറഞ്ഞ ഈ സ്ത്രീകൾ മുഖേന അല്ലെങ്കിൽ പുരുഷന്മാർ മുഖേന ധനപരമായ വിഷയത്തിൽ മാനഹാനിയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ജന്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നു, നല്ലതല്ല. 2ൽ ശുക്രൻ നിൽക്കുന്നു, നല്ലതാണ്. സ്ത്രീകൾ മുഖേന ധനം വന്നു ചേരും. പക്ഷേങ്കിൽ അവിടെ എന്താണ്? സൂര്യനും ശുക്രനും ശത്രുക്കളായതുകൊണ്ട് ശത്രുത ഉണ്ടാകും. 7 ചന്ദ്രൻ നിൽക്കുന്നു. ചന്ദ്രൻ എവിടെയാണ് നിൽക്കുന്നത്? ശത്രുവായിട്ട് കാണുന്ന ബുധൻ്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. ശത്രുത ഉണ്ടാകും, നേട്ടങ്ങൾ ഉണ്ടാകും, ശത്രുത ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാലി, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാർ സൂക്ഷിക്കേണ്ട ഒരു മാസമാണ് ഈ ധനുമാസം. കാരണം 12ാം ഭാവത്തിൽ അവരുടെ അഷ്ടമത്തിൻ്റെ അധിപൻ വന്ന് നിൽക്കുകയാണ്. അഷ്ടമത്തിൻ്റെ അധിപൻ 12ാം ഭാവത്തിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് ധനപരമായിട്ടുള്ള ഒരുപാട് പ്രതിസന്ധികൾ അല്ലെങ്കിൽ ധനം അനാവശ്യമായിട്ട് ചിലവഴിഞ്ഞ് പോകുമെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. വളരെ സൂക്ഷിക്കേണ്ട ഒരു മാസമാണ്. പ്രത്യേകിച്ച് മകരക്കൂറുകാരൊക്കെ കടബാധയിൽ കയറാൻ തക്ക സമയം കൂടിയാണ്. അപ്പം ചന്ദ്രന് ബലമില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി ചന്ദ്രൻ 6ാം ഭാവത്തിൽ കൂടി കടന്നു പോകുന്നു. അപ്പം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ 15 ദിവസം ധനുമാസത്തിൽ ആദ്യത്തെ 15 ദിവസം
തീർച്ചയായിട്ടും മകരക്കുറുകാർ സൂക്ഷിക്കണം. സൂര്യൻ 12 കൂടെ പോയാൽ വളരെ പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് പറയേണ്ടത്. അപ്പോൾ കണ്ണിന് ഏതെങ്കിലും വിധത്തിലുള്ള വൈകല്യം ഉണ്ടാകും, പുത്രദുഃഖം ഉണ്ടാകും, ദുൽസ്വഭാവമൊക്കെ കാണിക്കും, ധനം അനാവശ്യമായിട്ട് ചെലവഴിക്കും, ആപത്തോ മരണമോ അനർത്ഥങ്ങളോ ഒക്കെ വരാനിടയുണ്ട്. പ്രതികൂലമായ സമയമാണ്. അത് മകരക്കുറുകാർ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ട ഒരു 15 ദിവസമാണ് എന്നുള്ളത് ഞാൻ ഈ ധനുമാസം 1-ാം തീയതി തന്നെ ഓർപ്പിക്കുകയാണ്. മറ്റുള്ള പല കാര്യങ്ങളൊക്കെ അനുകൂലമായാൽ പോലും ഈശ്വരാധീനമില്ലെങ്കിൽ പല പ്രതിസന്ധിയിലും അകപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. അപ്പോൾ ചന്ദ്രൻ അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമല്ല. കടബാധകളുള്ളവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവത്തിൽ വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശത്രുത വന്നു ചേരാൻ സാധ്യതയുണ്ട്, രോഗം വന്നു ചേരാൻ സാധ്യതയുണ്ട്, പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷേ പ്രാർത്ഥനയും ഈശ്വരവിശ്വാസവും ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ കരകയറാൻ പറ്റും. പിന്നെ ദശാകാലത്തിൻ്റെ സമയം നല്ലതാണെങ്കിൽ യാതൊരു ദോഷവുമില്ലാതെ കടന്നു പോകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി കുംഭക്കുറാണ്. കുംഭക്കുറിൽപ്പെട്ട ഔട്ടിൻ 2 പാദം ചതയം പൂട്ടാതി മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 12-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന ഒരു ദിവസവും അതുപോലെ തന്നെ അവർക്ക് 5-ൽ ചന്ദ്രൻ നിൽക്കുന്നൊരു ദിവസമാണ്. അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ 12-ാം ഭാവത്തിൽ പാപഗ്രഹമായ സൂര്യൻ നിൽക്കുന്നത് നല്ലതാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. 12-ലെ സൂര്യൻ അവർക്ക് നേട്ടത്തെ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. ഉദ്യോഗത്തിലുള്ള നേട്ടം, ധനപരമായ നേട്ടം, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസം, അങ്ങനെയുള്ള അവർ അംഗീകരിക്കപ്പെടുന്ന പൊതുസമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു 15 ദിവസമാണ് അവർക്ക് വന്നു ചേരുന്നത്. കുംഭക്കുറുകാർക്ക് വന്നു ചേരുന്നത് തിങ്കളാഴ്ച ദിവസം അവർക്ക് അനുകൂലമാണ്. ചന്ദ്രനാകട്ടെ 5-ാം ഭാവത്തിൽ നിൽക്കുന്നു. ജാതകൻ 5-ാം ഭാവത്തിൽ നിന്നാൽ സുഖവും സമൃദ്ധിയൊക്കെ ഉണ്ടാകുമെന്നാണ്. ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതവിജയം ഉണ്ടാകുമെന്ന് പറയുന്നു. ധനപരമായ നേട്ടമൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അങ്ങനെ അനുകൂലമായ അനുഭവങ്ങൾ കുംഭക്കുറുകാർക്ക് പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഇനി മീനക്കുറാണ്. മീനക്കുറിൽപ്പെട്ട പുരുട്ടാതി കലുത്തുട്ടാതി രേവതി നാളുകാരെ സംബന്ധിച്ച് തിങ്കളാഴ്ച ദിവസത്തിന് അധിപനായ ചന്ദ്രൻ 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. നല്ലതാണ്. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേട്ടം, മാതൃഗുണം, അങ്ങനെയുള്ള ഗുണകരമായ അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ സൂര്യൻ 10-ാം ഭാവത്തിൽ നിൽക്കുന്നു. തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു. അതൊരു നല്ല അനുഭവമാണ്. 10-ാം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ എല്ലാ പ്രവർത്തികളിലും വിജയിക്കുന്ന ഒരു അനുഭവം, ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ പറ്റുന്ന ദിവസം. പ്രത്യേകിച്ച് ഔഷധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ ദിവസമാണ്. ആരോഗ്യ മേഖലകൾ, ഔഷധ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ പിതൃസ്വത്തൊക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ള ദിവസമാണ്. മറ്റുള്ളവരുടെ ആദരവൊക്കെ പിടിച്ചു പറ്റുന്ന ദിവസമാണ്. എല്ലാം കൊണ്ടും അനുകൂലമായൊരു ദിവസമായി തിങ്കളാഴ്ച ദിവസം മീനക്കുറുകാർക്ക് വന്നിരുന്ന ദിവസമാണ്. മീനക്കുറിൽപ്പെട്ട പുരുട്ടാതി ഉത്തുട്ടാതി രേവതി നാളുകാർക്ക് അനുകൂലമായ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങൾ, ആൺമക്കളെ കൊണ്ടുള്ള തിക്താനുഭവങ്ങൾ അവർക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായ പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, 31-ാം തീയതി ഡിസംബർ 31-ന് നടക്കുന്ന സർവേശ്വര്യ പൂജയിൽ പ്രിയപ്പെട്ടവരൊക്കെ പങ്കുചേരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെ പ്രതീക്ഷിച്ചാണ് ഞാൻ ഓരോ ദിവസവും എണ്ണി വിടുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവർ സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മഹാദേവൻ പ്രിയപ്പെട്ടവരിൽ പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുകയാണ്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദിച്ഛതി പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാവരിലും മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.